നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് SP ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. SFI പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് വലിച്ചിഴച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിലും സംഘർഷം. മാർച്ച് സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്തെ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച്. ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് ആദ്യ പരിഗണന നൽകി ജില്ലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് MLA രമേശ് പിഷാരടി. കർഷകരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി കാർഷിക മേഖലയുടെ പ്രശ്നപരിഹാരത്തോടൊപ്പം ജലസേചനം വ്യാപിപ്പിക്കുന്നതിനും നടപടി ഉണ്ടാകുമെന്നും MLA. നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളെയും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനുകളെയും ബന്ധിപ്പിക്കുന്ന സിറ്റി സർവീസ് ആരംഭിക്കുന്നതിനോടൊപ്പം ജില്ലയ്ക്ക് ലഭിച്ച 2 മന്ത്രിമാരുടെ സേവനം പരമാവധി മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്തുമെന്നും രമേശ് പിഷാരടി. പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടി. നാട് നമ്മുടേതാണെന്ന തോന്നൽ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ശുചിത്വ പദ്ധതികൾ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കൂവെന്ന് സംവിധായകനും സ്വച്ഛ് അംബാസഡറുമായ ലാൽ ജോസ്. ബോധവൽക്കരണം അനിവാര്യമാണെന്നും അത് എല്ലായ്പ്പോഴും തുടരണമെന്നും ലാൽ ജോസ് ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ശുചിത്വ സന്ദേശങ്ങളുടെയും ഉദ്ഘാടനം ഷൊർണൂരിൽ ലാൽ ജോസ് നിർവഹിച്ചു. കുളപ്പള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ പത്തിരിപ്പാലം മുതൽ കല്ലേക്കാട് വരെയുള്ള മേഖലകളിൽ വാഹനാപകടം വർദ്ധിക്കുന്നതായി നാട്ടുകാർ. അപകടങ്ങളും അപകട മരണങ്ങളും ഒരു വർഷത്തിനകം നിരവധി മരണങ്ങൾ സംഭവിച്ചതായും പ്രദേശവാസികൾ. അമിത വേഗവും ലഹരി ഉപയോഗവും അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിനെതിരെ പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ. കുന്നംകുളത്തെ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലും ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കൊച്ചി സേലം ദേശീയപാതയിൽ പാലക്കാട് ചന്ദ്രനഗറിനടുത്ത് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് SP ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത് വലിച്ചിഴച്ച SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരത്തെ SFI ആഹ്ലാദ പ്രതിഷേധത്തിനിടെ പോലീസ് മർദ്ദനം ആരോപിച്ചായിരുന്നു SFIയുടെ മാർച്ച് സംഘടിപ്പിച്ചത്. കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI പ്രവർത്തകർക്കു നേരെ KSU പ്രവർത്തകർ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു SFI SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മിഷൻ സ്കൂൾ പരിസരത്തു നിന്നും പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡ് പൂർണ്ണമായും അഴിച്ചെടുത്ത് മറിച്ചിടാൻ ശ്രമിച്ചത് സംഘർഷഭരിതമാക്കി. 3-ലധികം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ചാൽ ക്യാമ്പസുകളിൽ KSU പ്രവർത്തകർക്ക് തിരിച്ചടി കിട്ടുമെന്ന് വിപിൻ പറഞ്ഞു. KSUക്കാർക്ക് കൂടി ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ തരാം. ഞങ്ങൾ നിങ്ങളുടെ പോലീസിന്റെ മറവ് പറ്റി അടിക്കാനൊന്നും നിൽക്കില്ല. ഞങ്ങൾ നേരിട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ കേരളത്തിലെ ഒരു ക്യാമ്പസിലും KSUവിന് മര്യാദക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോയിപ്പിക്കരുത്. നിങ്ങൾ ധീരജിന്റെ വരെ ജീവൻ എടുത്തപ്പോഴും വെറുതെ ഇരുന്നത് ഞങ്ങൾക്ക് ഇതിനൊന്നും ത്രാണിയില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ആണ് എന്നുള്ളത് പ്രിയപ്പെട്ട KSUക്കാരാ നിങ്ങൾ കരുതേണ്ടതായിട്ടില്ല. ഞങ്ങൾ അത് ശക്തിയായിട്ട് തന്നെ ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ നിങ്ങളത് താങ്ങില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോ. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാദുലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഭിലാഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനുജ, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവനന്തപുരത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് SFIയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിരോധം തീർത്തു.
നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളെയും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ സിറ്റി സർവീസ് ആരംഭിക്കുമെന്നും ജില്ലയ്ക്ക് ലഭിച്ച മന്ത്രിമാരുടെ സേവനം പരമാവധി മണ്ഡലത്തിൽ പ്രയോജനം ഉറപ്പാക്കുമെന്നും പാലക്കാട് നടത്തിയ പ്രസ് ക്ലബിൻ്റെ മുഖാമുഖം പരിപാടിയിൽ MLA പറഞ്ഞു. താരസംഘടനയിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വലിച്ചിഴക്കപ്പെടേണ്ടതല്ലെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായും രമേശ് പിഷാരടി പറഞ്ഞു. പാതിവഴിയിൽ നിന്നുപോയ പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തും ശേഷവും നിരവധി ഉയർന്നുവന്ന ആവശ്യങ്ങൾ പരിശോധിക്കുകയാണ്. മോയൻസിലെ ഡിജിറ്റലൈസേഷൻ നവീകരിച്ച് നടപ്പാക്കും. ഭിന്നശേഷിക്കാർക്ക് ഒത്തുകൂടാനും ഉല്ലസിക്കാനും ഇടമില്ലാത്ത അവസ്ഥയ്ക്കും പരിഹാരം കാണും. കർഷകരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി കാർഷിക മേഖലയുടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ജലസേചനം വ്യാപിപ്പിക്കുന്നതിനും മുൻഗണന നൽകും. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരവും സ്റ്റേഡിയം നിർമ്മാണവും ടൗൺ ഹാൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന ഓഡിറ്റോറിയം നിർമ്മാണവും യാഥാർത്ഥ്യമാക്കും. സിനിമാ ഷൂട്ടിംഗിന്റെ വേദിയായി പാലക്കാട് മാറിയതോടെ തൊഴിൽ നൽകാൻ കഴിയുന്ന ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സംവിധാനം സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ കണ്ടെത്തുന്നതിനുമായി എക്സിബിഷൻ, സെമിനാർ എന്നിവ സംഘടിപ്പിക്കും. നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളെയും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന സിറ്റി സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കഞ്ചിക്കോട് വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം പാലക്കാട്ടുകാർക്ക് ഗുണകരമാകുന്ന വിധം നഗരം വികസിപ്പിക്കാനായി വിദഗ്ധരുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കും. ജില്ലയ്ക്ക് ലഭിച്ച 2 മന്ത്രിമാരുടെ സേവനം മണ്ഡലത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീരേഷ്, പ്രസിഡന്റ് നോബൽ ജോസ്, ട്രഷറർ മുഹമ്മദ് അലി എന്നിവർ പൊന്നാടയണിച്ച് രമേശ് പിഷാരടിയെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാട് നമ്മുടേതാണെന്ന തോന്നൽ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ശുചിത്വ പദ്ധതികൾ പരിപൂർണ വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് സംവിധായകനും സ്വച്ഛ അംബാസഡറുമായ ലാൽ ജോസ് പറഞ്ഞു. ബോധവൽക്കരണം അനിവാര്യമാണെന്നും ഇത് എല്ലായ്പ്പോഴും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ സ്വച്ഛ് സർവേക്ഷൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ശുചിത്വ സന്ദേശങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ലാൽ ജോസ്. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയാണ് ഷൊർണൂർ നഗരസഭ. അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് നഗരസഭ നടപ്പിലാക്കിയെന്ന തിരിച്ചറിവ് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ലാൽ ജോസ് പറഞ്ഞു. നാട് നമ്മളുടേതാണെന്ന തോന്നൽ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ശുചിത്വ പദ്ധതികൾ പരിപൂർണ വിജയത്തിലെത്തിക്കാൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം നടത്തണം. എപ്പോഴും ബോധവൽക്കരണം തുടരണമെന്നും ലാൽ ജോസ് പറഞ്ഞു. അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും ശുചിത്വമുള്ള നഗരസഭയായിട്ട് ഷൊർണൂർ മാറുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്, യാത്രികനാണ്. ഒരുപാട് രാജ്യങ്ങളിൽ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ക്ലീൻലിനെസ്, ഉദാഹരണത്തിന് ജപ്പാനിലൊക്കെ പോകുമ്പോൾ അവിടെ അവർ എടുക്കുന്ന ഒരു കെയറുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ മിഷണറീസോ മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഓരോ ആളുകൾക്കും ഇത് നമ്മളുടേതാണ്, ഈ നാട് നമ്മുടേതാണെന്നുള്ളൊരു തോന്നലുണ്ടാവണം. ഈ കോർപ്പറേഷൻ പരിസരവും ഒക്കെ നമ്മളുടെ വീട് പോലെ തന്നെയാണ് എന്ന് ഓരോ ആളുകൾക്കും തോന്നുമ്പോഴേ ഇത് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുള്ളൂ. അവിടെ ചെറിയ കുട്ടികൾ പോലും നമ്മളറിയാതെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കവർ അങ്ങനെ നമ്മുടെ ഇത് വീണാൽ പുറകെ വരുന്ന ആള് അത് പറക്കും. നമ്മൾ അപമാനിതരാകും. ഷൊർണൂർ നഗരസഭ സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ശുചിത്വ ബോധവൽക്കരണങ്ങളുടെയും ഉദ്ഘാടനം ലാൽ ജോസ് നിർവഹിച്ചു. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ സമീപമുള്ള ഈ ചുമർ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളാണ് അലങ്കൃതം. റെയിൽവേയുടെ സഹായത്തോടെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വലിയ മതിലിലാണ് അതിമനോഹരമായ ചിത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ലാൽ ജോസ്, കുഞ്ഞുണ്ണി മാഷ് എന്നിവരും ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ വരച്ച ആർട്ടിസ്റ്റ് CL സണ്ണി, നഗരസഭയിലെ കണ്ടിജന്റ് ജീവനക്കാരായ ബിജു ജോസ്, ആനന്ദൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരവും പൊന്നാടയും അണിച്ച് ആദരിച്ചു. കൂടാതെ ചടങ്ങിൽ പങ്കെടുത്ത ലാൽ ജോസിനുള്ള ഉപഹാരം ചെയർപേഴ്സൺ കൈമാറി. ശുചിത്വ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല അധ്യക്ഷയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, മറ്റു ജനപ്രതിനിധികളായ സൗമ്യ, VK ശ്രീകൃഷ്ണൻ, ബിന്ദു, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ സന്തോഷ്, ആർട്ടിസ്റ്റ് CL സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വിവിധ വിഭാഗം തൊഴിലാളികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ പത്തിരിപ്പാലം മുതൽ കല്ലേക്കാട് വരെയുള്ള മേഖലകളിൽ വാഹന അപകടം വർദ്ധിക്കുന്നതായി നാട്ടുകാർ. അപകടങ്ങളും അപകട മരണങ്ങളുമായി 1 വർഷത്തിനകം തന്നെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും പ്രദേശ നിവാസികൾ പറയുന്നു.
ഇതിലേറെയും കാൽനട യാത്രക്കാരാണ് മരണപ്പെട്ടതെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു. അമിത വേഗതയും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതുമാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നതെന്നും ഇതിനെതിരെ പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപകടങ്ങൾ കൂടി വരികയാണ്. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതുകൊണ്ടോ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പറളി ചക്കാന്തറയിൽ റോഡിൽ നിന്നാളെ ഒരു കാർ ഇടിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ, അതുപോലെ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടണം. അതിന് പോലീസ് വാഹന പരിശോധന ശക്തമാക്കണം. കുന്നംകുളത്തെ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലും ബസ്സിലും ഇടിച്ച അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കാറിലെ യാത്രക്കാരനും നന്നമുക്ക് സ്വദേശികളുമായ കുന്നത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവരടക്കം ഓട്ടോറിക്ഷ ഡ്രൈവറായ ചാലശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊച്ചി സേലം ദേശീയപാതയിൽ പാലക്കാട് ചന്ദ്രനഗറിനടുത്ത് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ട്രിച്ചിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി റോഡിന് സമീപത്ത് സ്ഥാപിച്ച ഡിവൈഡർ ഇടിച്ചു തെറിപ്പിച്ച് എതിരെ വന്ന ടോറസ് റോഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സമീപത്ത് സ്ഥാപിച്ച ഡിവൈഡറുകൾ കാണാതെ ലോറി നിയന്ത്രണം തെറ്റി മറുവശത്തേക്ക് ഇടിച്ചു കയറിയതാണ് അപകട കാരണമായത്. സമീപത്ത് മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ അപകടം ഒഴിവായി. റോഡിൽ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡ് ഡ്രൈവർ കാണാത്തതാണ് ഇത്തരത്തിൽ അപകടത്തിൽ വഴിയൊരുക്കിയതെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തെ തുടർന്ന് കൊച്ചി സേലം ദേശീയപാതയിൽ 1 മണിക്കൂറോളം വൻ ഗതാഗത കുരുക്കും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SPC സ്റ്റേറ്റ് ക്യാമ്പയിനിൽ ആദ്യമായി പാലക്കാട് ജില്ലയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചു. ടീമിലെ ഒരു പ്രതിനിധിയായി വാടാങ്കോശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ അറഫ പങ്കെടുത്തിരുന്നു. ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ അറഫ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥിനിയെ അനുമോദിക്കാൻ ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ INTUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഷൊർണൂർ ടൗണിൽ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പരിപാടിയിൽ ഷൊർണൂർ നഗരസഭാ കൗൺസിലർ മുഹമ്മദ് ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ഏറ്റവും വലിയ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഇങ്ങനെ കുത്തനെ വില കൂടും. അത് എന്ത് കാരണമാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ ബുദ്ധിയില്ലാത്ത സംഖ്യകൾ പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു രൂപയല്ലേ കൂടുന്നത്, 2 രൂപയല്ലേ കൂടുന്നത്, 3 രൂപയല്ലേ, അതൊക്കെ നമുക്ക് പെട്രോൾ അടിക്കുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളത്. ആ പൊട്ടന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പെട്രോളിന് വില കൂടുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും നിത്യോപകരണ സാധനങ്ങൾക്കുമൊക്കെ വില കൂടുന്നുണ്ട്. INTUC റീജിയണൽ പ്രസിഡന്റ് VG ശ്രീനി അധ്യക്ഷത വഹിച്ചു. വിൻസെന്റ് സ്വാഗതം പറഞ്ഞു. സുശീൽ കുമാർ നന്ദി പറഞ്ഞു. INTUC നേതാക്കളായ സന്തോഷ്, വിജയ് ബാബു, വിനോദ്, അജയ് ഘോഷ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സർക്കാരിൻ്റെ പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തിരിപ്പാല പെട്രോൾ പമ്പിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF ജില്ലാ കൺവീനർ P. ബാലഗോപാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 11 ദിവസത്തിനകം നികുതി ഉൾപ്പെടെ ഏതാണ്ട് 10 രൂപയുടെ വർധനയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുണ്ടായത്. തിരുവനന്തപുരത്ത് ഇന്നത്തെ വില 115 രൂപയാണ്. 115 രൂപ 69 പൈസയാണ് തിരുവനന്തപുരത്തെ വിലയെങ്കിൽ ഇവിടെ ഏതാണ്ട് 114 രൂപയാണ് പാലക്കാട്ടെ വില. അങ്ങനെ മാസങ്ങളിൽ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡീസലിൻ്റെ വില വരെ സെഞ്ചുറി അടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് സാധാരണ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറയുന്ന പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ മനുഷ്യനുപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വേണം വരാൻ. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അബ്ദുൾ സത്താർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബ്രിജേഷ് പ്രേം, വിവിധ മണ്ഡലം പ്രസിഡന്റുമാരായ N. അച്യുതൻകുട്ടി മങ്കര, ഷാജഹാൻ കേരളശ്ശേരി, മണ്ണൂർ പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി
ഷംസുദ്ദീൻ മങ്കര, നൌഷാദ്, KS ഫൈസൽ, മണ്ണൂർ പഞ്ചായത്ത് അംഗം നസീമ റിയാസ്, നദീറ മങ്കര എന്നിവർ സംസാരിച്ചു. PK അശ്വജിത്ത് സ്വാഗതവും AVM ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര കൃഷിഭവനിലെ അതിർക്കാട് പാടശേഖര സമിതിയിലെ നെല്ല് ഉൽപ്പാദക സമിതിയുടെ വാർഷിക പൊതുയോഗം മങ്കര വെസ്റ്റ് AVP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KV രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വിത്ത് മുതൽ പത്തായം വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് ചടങ്ങിൽ നടന്നു. മങ്കര കൃഷിഭവനിൽപ്പെട്ട അതിർക്കാട് പാടശേഖര സമിതിയിലെ നെല്ല് ഉൽപ്പാദക സമിതിയുടെ വാർഷിക പൊതുയോഗവും പുസ്തക പ്രകാശനവും മങ്കര വെസ്റ്റ് AVP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് അംഗവും പാടശേഖര സമിതി അംഗവുമായ KV രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥയായാലും ശരി എല്ലാം കൃഷിനെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഇതാണ്. അതൊരു നമ്മൾ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പറയാനുള്ള അതിനുള്ള വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്നോട് പറയുന്നത് ഉദ്ഘാടനമാണ് എന്നോട് പറയുന്നത്. ഞാൻ ഇവിടെ ഉദ്ഘാടനം ഞാൻ ഇവിടെ തന്നെ ഞാനെന്താ ഉദ്ഘാടനം ചെയ്യാമല്ലോ അല്ലേ? അതൊരു പറയാം ഉദ്ഘാടനമായിട്ട് ഞാൻ അപ്പോഴത്തേക്കാണ് ഉദ്ഘാടനം ചെയ്തിട്ട്. മുതിർന്ന കർഷകരുടെ അനുഭവ സമ്പത്തും പാരമ്പര്യവുമായി കൈമാറി വന്ന കൃഷിരീതികളെയും ആസ്പദമാക്കി സെക്രട്ടറി രതീഷ് ചന്ദ്രൻ രചിച്ച വിത്ത് മുതൽ പത്തായം വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. പ്രസിഡന്റ് റിജേഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുകുന്ദകുമാർ, മുതിർന്ന കർഷകൻ KC വേലായുധൻ, പ്രമുഖ മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടി എന്നിവർ ചേർന്നാണ് വിത്ത് മുതൽ പത്തായം വരെയുള്ള പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. പുസ്തകത്തിന്റെ ആദ്യ പ്രതികൾ മങ്കര വെസ്റ്റ് ബേസിക് സ്കൂൾ ലൈബ്രറിയിലേക്ക് HM രതി ടീച്ചർ ഏറ്റുവാങ്ങി. മങ്കര പഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് പഞ്ചായത്ത് അംഗം KV രാധാകൃഷ്ണനും ഏറ്റുവാങ്ങി. കൃഷി ഓഫീസർ പാടശേഖരത്തിന്റെ പ്രവർത്തനങ്ങളെയും കാർഷിക സാധ്യതകളെയും വിലയിരുത്തി സംസാരിച്ചു. കാനറ ബാങ്ക് മാനേജർ ഹർഷ പഞ്ചായത്ത് ലൈബ്രറിക്ക് പുസ്തകത്തിന്റെ ഒരു പതിപ്പ് കൈമാറുകയും കർഷകർക്ക് ഉപകാരപ്രദമായ ഈടില്ലാത്ത കുറഞ്ഞ പലിശ നിരക്കിലുള്ള വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അതിർക്കാട് പാടശേഖരത്തിന്റെ കാർഷിക രീതികളെയും മണ്ണിനെയും കുറിച്ച് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനിയായ അശ്വിനി പഠന ക്ലാസ് നയിച്ചു. സെക്രട്ടറി KC രതീഷ് വാർഷിക റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു. പഴൻകുട്ടി, സേതുമാധവൻ, രാജേഷ് കുമാർ, ബിജുമോൻ, ഷൈജു കിഷോർ, ജയകൃഷ്ണൻ, കനകലത എന്നിവർ പാടശേഖരത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പുരോഗതി നിർദ്ദേശങ്ങളെക്കുറിച്ചും സംസാരിച്ചു. KK മനോജ്, ട്രഷറർ മുരളീധരൻ, പ്രസിഡന്റ് റിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുത്തന്നൂർ എയ്ഡഡ് ഹയർ സെക്കൻഡറി വിദ്യാലയ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണവുമായി പാലക്കാട് DPO റോഡ് ശാന്തിനഗറിലെ M ചന്ദ്രശേഖരൻ രംഗത്തെത്തി. സ്കൂൾ നടത്തിപ്പുമായി നിലവിൽ ഹൈക്കോടതിയിൽ വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നിയമാനുസൃതമുള്ള അവകാശികൾക്ക് ബാധ്യത ഉണ്ടാകില്ലെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള കുത്തന്നൂരിലെ വിദ്യാലയം കുത്തന്നൂർ മൂർക്കത്ത് തറവാട് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ താവഴിയാണ്. 1956 187 നമ്പർ ഭാഗപത്രപ്രകാരം മാനേജ്മെന്റ് ചുമതല ദാമോദരൻ നായർക്കായിരുന്നു. ദാമോദരൻ നായരുടെ മരണശേഷം തറവാട്ടിലെ മുതിർന്ന അംഗത്തിന് ലഭിക്കേണ്ടതാണ് മാനേജ്മെന്റിന്റെ പദവിയെങ്കിലും ദാമോദരൻ നായരുടെ മകൻ വ്യാജരേഖയിലൂടെ വിദ്യാലയം സ്വന്തമാക്കിയിരിക്കുകയാണ്. വിദ്യാലയം വിദ്യാലയത്തോട് ചേർന്ന സ്ഥലത്തിന്റെയും വസ്തുവിവരണത്തിലും തെറ്റായ കാര്യങ്ങളാണ് എഴുതി ചേർത്തിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം ലഭിക്കാൻ അർഹതയില്ലായിരുന്നിട്ടും താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഹയർ സെക്കൻഡറി വിഭാഗം ലഭിച്ചത് അനർഹമായിട്ടാണ്. അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന വിദ്യാലയത്തിന്റെ നടത്തിപ്പ് സ്വാധീനം ഉപയോഗിച്ചാണ്. സ്കൂൾ സ്ഥലം ഭാഗം വയ്ക്കാനായി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂൾ നടത്തിപ്പിൽ സർക്കാർ ഇടപെടണമെന്നും ദാമോദരൻ നായരുടെ അനുജൻ കൂടിയായ M ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. ആകെ 4 ഏക്കർ 65 സെന്റ് സ്ഥലമാണ് താവഴി 56 സ്കൂൾ തുറന്നത്. അയാൾക്ക് നമ്മുടെ താവഴിയിൽ നിന്ന് മുതലിറക്കി 2ാം നമ്പറുകാരും പേര് സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് തുടർന്നും 2ാം നമ്പറുകാരും പേരിൽ നിലനിൽക്കരുതും വല്ല സംഗതി വച്ചാൽ സാധ്യമാകാതെ വരുന്ന വർഷം വയസ്സിന് മൂത്ത പുരുഷനോ മാനേജ്മെന്റ് നടത്തണമെന്നാണ് 13ാമത്തെ ക്ലാസ്സിൽ. 14ാമത്തെ ക്ലാസ്സിൽ ശേഷം 3/4 ഭാഗം ശേഷം മെമ്പർമാരെ ബോധ്യപ്പെടുത്തുന്ന സമയം രക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 3/4 ഭാഗം ഇപ്പോൾ 1/4 ഭാഗം അയാൾക്കാണ്. ആ 1/4 ഭാഗമാണ് 1 ഏക്കർ 14 സെന്റ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂരിൽ നടന്ന ചടങ്ങിൽ 200ഓളം വിദ്യാർത്ഥികൾക്കായിരുന്നു പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്.
ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ചെലവ് വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ അവരുടെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന സമയത്ത് ആ കാലഘട്ടമല്ല ഇന്ന് നമുക്കറിയാം. 2 പുസ്തകം മാത്രമായി സ്കൂളിലേക്ക് പോയിരുന്ന രക്ഷിതാക്കളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. സർക്കാരുകളുടെ സൗജന്യ നോട്ട് പുസ്തകമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് മുന്നേ പഠിച്ച ആളുകളുടെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചിരുന്ന ആളുകളാണ് നമ്മൾ ഭൂരിപക്ഷമാണ്. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും PP വിജയൻ നിർവഹിച്ചു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട 200 വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. നിക്ഷേപ സമാഹരണവും കുടിശ്ശിക നിവാരണവും വിജയിപ്പിച്ച മികച്ച ബ്രാഞ്ചുകൾക്കും ജീവനക്കാർക്കും ചടങ്ങിൽ ട്രോഫികളും വിതരണം ചെയ്തു. സംഘത്തിന്റെ പൊതുജന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഈ സാമൂഹ്യ സേവന പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി KB മനു, വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ 175-ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബൂത്ത് പ്രസിഡന്റും മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ TS വിനയകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. VM സരോജിനി, TV വിഷ്ണു, അജിത് മുല്ലയ്ക്കൽ, ഇന്ദു, ശ്രീജേഷ് എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ ഏറ്റവും നിർധനരായ കുടുംബങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, അവർക്കത് നൽകുക എന്നുള്ള പ്രവർത്തനം 2021 കാലഘട്ടം മുതൽ ഒരു വർഷവും മുടക്കം വരുത്താതെ അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന 175-ാം നമ്പർ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു നൽകുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഇതിനുള്ള വാർഡ് കമ്മിറ്റിയുടെ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശുചീകരണ പ്രവൃത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CN സുധേഷ് നിർവഹിച്ചു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുധേഷ് നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനുമോൾ, മറ്റു ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, JPHN അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടായി സെൻട്രലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളുടെ തുടക്കം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ പൊതു ഇടങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ആവശ്യപ്പെട്ടു. മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതത് പഞ്ചായത്ത് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിവരം പഞ്ചായത്തിൽ അറിയിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാലവർഷത്തിന് മുന്നോടിയായി അപകട സാധ്യതയുള്ള പൊതു ഇടങ്ങളിലെയും സ്വകാര്യ സ്ഥലങ്ങളിലെയും മരച്ചിലകളും ആവശ്യമെങ്കിൽ മരങ്ങളും മുറിച്ചു മാറ്റേണ്ടതുണ്ട്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അപകടമായി നിൽക്കുന്ന മരങ്ങൾ അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ മുറിച്ചു മാറ്റേണ്ടതാണ്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഗ്രാമപഞ്ചായത്തിൽ അറിയിക്കാൻ കൂടി താല്പര്യപ്പെട്ടുകൊണ്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് SP ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. SFI പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് വലിച്ചിഴച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിലും സംഘർഷം. മാർച്ച് സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്തെ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച്. ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് ആദ്യ പരിഗണന നൽകി ജില്ലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് MLA രമേശ് പിഷാരടി. കർഷകരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി കാർഷിക മേഖലയുടെ പ്രശ്നപരിഹാരത്തോടൊപ്പം ജലസേചനം വ്യാപിപ്പിക്കുന്നതിനും നടപടി ഉണ്ടാകുമെന്നും MLA. നഗരത്തിലെ ബസ് സ്റ്റാൻഡുകളെയും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനുകളെയും ബന്ധിപ്പിക്കുന്ന സിറ്റി സർവീസ് ആരംഭിക്കുന്നതിനോടൊപ്പം
ജില്ലയ്ക്ക് ലഭിച്ച 2 മന്ത്രിമാരുടെ സേവനം പരമാവധി മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്തുമെന്നും രമേശ് പിഷാരടി. പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടി. നാട് നമ്മുടേതാണെന്ന തോന്നൽ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ശുചിത്വ പദ്ധതികൾ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കൂവെന്ന് സംവിധായകനും സ്വച്ഛ് അംബാസഡറുമായ ലാൽ ജോസ്. ബോധവൽക്കരണം അനിവാര്യമാണെന്നും അത് എല്ലായ്പ്പോഴും തുടരണമെന്നും ലാൽ ജോസ്. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ശുചിത്വ സന്ദേശങ്ങളുടെയും ഉദ്ഘാടനം ഷൊർണൂരിൽ ലാൽ ജോസ് നിർവഹിച്ചു. കുളപ്പള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ പത്തിരിപ്പാലം മുതൽ കല്ലേക്കാട് വരെയുള്ള മേഖലകളിൽ വാഹനാപകടം വർദ്ധിക്കുന്നതായി നാട്ടുകാർ. അപകടങ്ങളും അപകട മരണങ്ങളും ഒരു വർഷത്തിനകം നിരവധി മരണങ്ങൾ സംഭവിച്ചതായും പ്രദേശവാസികൾ. അമിത വേഗവും ലഹരി ഉപയോഗവും അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിനെതിരെ പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ. കുന്നംകുളത്തെ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലും ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കൊച്ചി സേലം ദേശീയപാതയിൽ പാലക്കാട് ചന്ദ്രനഗറിനടുത്ത് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.